ബനാന ചിപ്സ് വേണം എന്നുള്ള ഒരു പ്ലാനോടുകൂടി ഇറങ്ങിയതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഏകദേശം 34 കോടി അടുപ്പിച്ച് നമ്മൾ വരുമാനം ചെയ്തു. പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത് 2020-ലാണ്. ലോഞ്ച് ചെയ്ത് ജാനുവരി ലോഞ്ച് ചെയ്തു, മാർച്ചിൽ കോവിഡ്. കായ വറുത്തത് വിറ്റ് കോടികൾ കൊയ്ത മലയാളി എഞ്ചിനീയറിംഗിൽ നിന്ന് ബിസിനസ്സുകാരനായി മാറിയ മാനസ് മധു മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നു. പൊതുവെ നമ്മൾ ഇപ്പോഴത്തെ ഒരു ജെൻസി ഭാഷയിൽ പറയാറുണ്ട്, വാഴ എന്ന് വെച്ചാൽ യൂസ്ലെസ് ആയിട്ടുള്ളതിനെ പറയുന്നത്. പക്ഷെ വാഴയാണ് മാനസിന്റെ ജീവിതം മാറ്റിമറിച്ചത്. കായ ചിപ്സ് അല്ലെങ്കിൽ കായ വറുത്തത് എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് വന്നത്? ഇത് തന്നെ എനിക്ക് ബിസിനസ് ചെയ്യാന്ന് എപ്പോഴാ തോന്നിയത്? ശരിക്കും പറഞ്ഞാൽ വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആ രീതി തന്നെ ഞാൻ പറയാം. വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും യൂസ്ലെസ് അല്ല. നിനക്ക് പകരം ഞാനൊരു വാഴയെ വെച്ചിരുന്നെങ്കിൽ അത് യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ടേ അതൊരു യൂസ്ഫുൾ, വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ട് തന്നെയായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. അപ്പം വാഴ കൊണ്ട് ഇതും ഗുണമുള്ളതാണ്, ഒത്തിരി ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണ്. അപ്പൊ അത് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഴയിൽ നിന്നുണ്ടാക്കുന്ന ഈ ചിപ്സ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 50 വർഷമായിട്ട് അതൊരിക്കലും അതിന്റെ ആ ഒരു പഴയ രീതിയിൽ എങ്ങനെയാണോ ഉണ്ടായിക്കൊണ്ടിരുന്നത് അതിൽ നിന്ന് പുറത്തു വരാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ കാരണം അതുണ്ടാക്കുന്ന രീതി, അതിന്റെ ട്രീറ്റ്മെന്റ് എപ്പോഴും പഴയ രീതി തന്നെയാണ്. ഒരു 50 വർഷം മുമ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. ഞങ്ങൾ ശരിക്കും ചെയ്തതെന്ന് വെച്ചാൽ ആ ട്രീറ്റ്മെന്റിനെ കംപ്ലീറ്റ്ലി മാറ്റി വിത്ത് മോസ്റ്റ് മോഡേൺ ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് ഇതിനെ ഏറ്റവും മികച്ച രീതിയിൽ നമ്മളിത് ആളുകളുടെ മുമ്പിലോട്ട് അവതരിപ്പിച്ചു. അപ്പൊ അവതരിപ്പിക്കുമ്പോൾ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ട്രെൻഡ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ബ്രാൻഡിങ് ഇതെല്ലാം കൊടുത്തുകൊണ്ട് നമ്മൾ അവതരിപ്പിച്ചു. ഇതാണ് ഞങ്ങൾ ചെയ്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ ചിപ്സ് തന്നെ, പക്ഷേ അത് ഉണ്ടാക്കുന്ന രീതിയിൽ മാറ്റം വരുത്തി, അത് കൊടുക്കുന്ന രൂപത്തിലും ഭാവത്തിലും മാറ്റം വരുത്തി, അത് കൂടാതെ അതിനൊരു മാർക്കറ്റിംഗിന്റെയും ബ്രാൻഡിങ്ങിന്റെ ഒരു സപ്പോർട്ട് കൂടി ഒരു ഫേസ് ലിഫ്റ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ കൊടുത്തു. ഇതാണ് ശരിക്കും നമ്മൾ ചെയ്ത ഒരു വ്യത്യാസം. എങ്ങനെയാ ബിസിനസ്സിലേക്ക് വന്നത്? മീൻസ് ബിസിനസ് ചെയ്യാന്ന് തീരുമാനിച്ച എഞ്ചിനീയർ ആയിരുന്നു, നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. എഞ്ചിനീയർ ആണ്. അതിനുശേഷം MBA കഴിഞ്ഞ് പക്ഷേ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്കൊരു കാര്യം പിടിയിട്ട്, നമ്മൾ ഈ എഞ്ചിനീയറിംഗ് പരമായിട്ട് പോകുന്നതിനേക്കാളും നല്ലത് MBA, അതായത് ഒരു കുറച്ചുകൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ പോകുന്ന അല്ലെങ്കിൽ മാനേജ്മെന്റ് ലെവലിൽ പോകുന്നതാണെന്നുള്ളത് എനിക്ക് തോന്നിയാൽ തന്നെ എഞ്ചിനീയറിംഗിന്റെ ഫൈനൽ ഇയറിലൊക്കെ തന്നെ. അപ്പൊ അങ്ങനെ ഞാൻ MBA ചെയ്യാനായിട്ട് ഇടയായി. അപ്പൊ ആ സമയത്ത് തന്നെ എനിക്ക് ഓൺട്രപ്രനോറിയൽ ഒരു ഇതുണ്ടായിരുന്നു. കാരണം എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം, ബിസിനസ്സിലോട്ട് വരണം എന്നുള്ള ഒരു താല്പര്യം അന്നേ ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്തിലാണ് എന്നുള്ളൊരു ക്ലാരിറ്റി അന്നുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഒരിക്കൽ ഞാൻ എന്താണ് ഒരു സീരീസ് ഓഫ് ജേർണൽ വായിക്കാനിടയായി. ഈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സിൽ നിന്ന്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിന്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സിൽ നിന്നുണ്ടാകുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച്. സോ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ഈ MBA കഴിഞ്ഞ് ഞാൻ ഇതിന്റെ പുറമെ കുറെ ഇറങ്ങി, ഒരുപാട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ആൾക്കാരെ കണ്ടു. അപ്പൊ അതിൽ നിന്ന് ജാക്ക് ഫ്രൂട്ട് റിലേറ്റഡ് ഒരു പ്രോഡക്റ്റ് ഇറക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് വർക്ക്ഔട്ട് ആയില്ല. പിന്നെ ബനാന ചിപ്സിൽ ജാക്ക് ഫ്രൂട്ട് ചിപ്സ് നോക്കി, അതിന്റെ അതിൽ നമ്മൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തു. പക്ഷെ ബനാന ചിപ്സ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു, അത് ലോഞ്ച് ചെയ്തു. പിന്നെ അതൊരു ബനാന ചിപ്സ് വേണം എന്നുള്ള ഒരു പ്ലാനോടുകൂടി ഇറങ്ങിയതല്ല. എനിക്ക് ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത് ബിസിനസ് എന്നുള്ള ഒരു ക്ലാരിറ്റി വന്നതിലൂടെ പിന്നീട് നടത്തിയ ഒരു സീരിയസ് ആയിട്ടുള്ള കുറച്ച് പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട് വന്നുപെട്ടതാണ് ബനാന. ജാക്ക് ഫ്രൂട്ടിന് എന്തായിരുന്നു മീൻസ് പ്രശ്നം? ചക്കയാകുമ്പോഴും എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണല്ലോ, വലിയ വിലയും ആക്ച്വലി കൊടുക്കേണ്ട എനിക്ക് തോന്നുന്നു നേന്ത്രക്കായെ അപേക്ഷിച്ച്. അപ്പം അവിടെ എന്തായിരുന്നു പറ്റിപ്പോയി? ഞങ്ങള് ജാക്ക് ഫ്രൂട്ടിന്റെ അതിൽ നിന്നൊരു മോക്ക് മീറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കായിരുന്നു. അതായത് ജാക്ക് ഫ്രൂട്ടിന്റെ ഇടിച്ചൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു ഇറച്ചിക്ക് തുല്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ. പക്ഷേ ജാക്ക് ഫ്രൂട്ട് ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാവിൽ നിന്ന് കിട്ടുന്ന 2 ചക്കയ്ക്ക് 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് കാരണം ഞങ്ങൾക്ക് ഒരിക്കലും ഒരു സെയിം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസേഷൻ നമ്മൾ പറയാം, അത് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല. നമ്മളൊരു ഇൻഡസ്ട്രിയൽ വയബിൾ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എപ്പോഴും സ്റ്റാൻഡേർഡൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ചക്ക ഉപ്പേരി പരീക്ഷിച്ചു. അവിടെയും സെയിം പ്രോബ്ലം. ഒരു ചക്കക്കകത്തിൽ നിന്ന്, കാരണം എപ്പോഴും റോ മെറ്റീരിയലിന്റെ ഒരു ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ചിപ്സ് എങ്ങനെ വേണം അല്ലെങ്കിൽ ഏതെന്നുണ്ടെങ്കിൽ എന്ത് പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഈ ചക്കക്കകത്തിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കകത്തിലുള്ള മോയിസ്ചർ ഒരു പ്ലാവിൽ നിന്ന് കിട്ടുന്ന 2 ചക്കക്കകത്തിലും 2 രീതിയിലാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത്. നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ അതിനനുസരിച്ച് റിസൾട്ട് കിട്ടിയില്ല. പക്ഷെ ബനാനയ്ക്ക് അതിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു പറമ്പിൽ നിന്ന് വരുന്ന എല്ലാ ബനാനയ്ക്ക് ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. കാരണം അതിന്റെ മണ്ണിന്റെ പ്രത്യേകതകൾ കൊണ്ടും ഈ ബനാനയുടെ ക്യാരക്ടറിസ്റ്റിക്സ് കുറച്ചുകൂടി സ്റ്റേബിൾ ആയതുകൊണ്ട് അങ്ങനെ ക്ലീനിങ് ഒക്കെ കുറച്ചും കൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ? ബനാനയിൽ ക്ലീനിങ്ങും ചാലഞ്ച് സെയിം ആണ്. പക്ഷെ അതായത് പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് നമ്മൾ വേണ്ട സാധനത്തിനെ എടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ചക്കയാണെങ്കിൽ ചക്കച്ചുളനെ എടുക്കുന്ന പ്രോസസ്സ് കുറച്ചുകൂടി tedious ആണ് ജാക്ക് ഫ്രൂട്ടിൽ. പക്ഷെ മറ്റേതിന്റെ അകത്തില് തൊലി പൊളിച്ചെടുക്കാൻ. പക്ഷെ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ അതിൽ ചാലഞ്ചസ് സെയിം ആണ്. ഇപ്പൊ നല്ല ജോലി ഉണ്ടായിരുന്നു, അപ്പം ജോലി റിസൈൻ ചെയ്താണല്ലോ ബിസിനസ്സിലേക്ക് വരുന്നതൊക്കെ.
അപ്പൊ വീട്ടിൽ എന്തൊക്കെയായിരുന്നു പിന്നെ റിസൈൻ ചെയ്യുമ്പം ജോലി ചെയ്യുന്ന കമ്പനിയിൽ പറഞ്ഞിരുന്നു ഞാൻ ബിസിനസ്സിലേക്ക് പോവാന്ന്, അപ്പൊ അവരെന്തെങ്കിലും പറഞ്ഞോ? ശരിക്കും പറഞ്ഞാലേ ഞാൻ ബാംഗ്ലൂരിലായിരുന്ന സമയത്ത് ഇതിന്റെ ഈ സ്റ്റഡീസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ കേരളത്തിൽ വന്നിട്ട് ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യകത എനിക്ക് തോന്നി. കാരണം ഇവിടെ നിന്നുകൊണ്ടാണ് ബിസിനസ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ എന്താണ് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് വരാനെ കുറിച്ച് അല്ലെങ്കിൽ ജാക്കൂട്ട് എത്രയെ കുറിച്ച് അതിനെ കുറിച്ച് ഇത്ര പഠിക്കേണ്ട ഒരു ആവശ്യകത തോന്നി. അപ്പൊ ഞാനൊരു അവിടെ ഉണ്ടായിരുന്ന ജോലി വിട്ട് ഞാൻ ഇവിടെ ഒരു ജോലി എടുത്തു. ടെക്നോ പാർക്കിൽ ഒരു IBS എന്ന് പറഞ്ഞ കമ്പനി ഞാനൊരു പേ കട്ട് എടുത്ത് അവിടെ ഉണ്ടാകുന്ന ശമ്പളത്തെക്കാളും കുറച്ച് കുറവായിരുന്നു ഇവിടെ സാലറി. പക്ഷെ അതെടുത്ത് ഞാൻ ഇവിടെ വന്നു. പിന്നെ എല്ലാ സാറ്റർഡേ സൺഡേ ഞാൻ ഇതിന്റെ പുറകിൽ നടക്കുമായിരുന്നു. അങ്ങനെ അവിടെ ഒരു 1.5 വർഷം നിൽക്കുന്ന സമയത്താണ് എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്നത്. ആ ഒരു കോൺഫിഡൻസ് വരാൻ കുറച്ച് സമയം എടുത്തു. താല്പര്യമുണ്ട്, പക്ഷെ താല്പര്യത്തിനെ കൺവേർട്ട് ചെയ്ത് കോൺഫിഡൻസിലോട്ട് വരണമെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു കുറച്ചൊരു കോൺക്രീറ്റ് ആയ എന്തെങ്കിലും റിസൾട്ട് നമുക്ക് കാണണമല്ലോ. അപ്പൊ അതിന് വേണ്ടി അപ്പൊ ഇതിന്റെ പുറമെ അതിന്റെ കൂട്ടത്തിൽ തന്നെ വർക്ക് ചെയ്തു. അങ്ങനെ ഒരു 2018 ആയപ്പോൾ കഴിഞ്ഞാൽ നമുക്കൊരു ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു. അങ്ങനെയാണ് പിന്നെ റിസൈൻ ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത് പറഞ്ഞത്. കാരണം ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് പോയെങ്കിൽ ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളതും പിന്നെ ഒരു സെയില് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതും. അങ്ങനെയാണ് അത് കംപ്ലീറ്റ്ലി വിട്ടിട്ട് ഞാൻ ഇതിലോട്ട് വന്നത്. സോ ഞാൻ ചെന്ന് മാനേജറിനോട് പറഞ്ഞു ഇങ്ങനെയാണ് പരിപാടി. പക്ഷേ ഇതെന്റെ ഒരു എന്താണ്, ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമാണ്. പക്ഷേ ഇപ്പം നടക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മളതിൻ്റെ അതിൽ പിന്മാറാൻ താല്പര്യമില്ല. ഈവൻ ദോ അവർക്ക് നമ്മളിപ്പോൾ ഒരു കമ്പനി ചെയ്തിട്ട് നമ്മൾ വിടാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു HR പ്രോസസ് ഉണ്ടാവും. അവർ നമ്മൾ റിട്ടേൺ ചെയ്യാനായിട്ട് നടക്കും. പക്ഷേ ഈ ഒരു കേസിൽ എന്തായാലും നമ്മളൊരു പുതിയ ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ്സിന് വേണ്ടി പോകുകയാണെങ്കിൽ ദേ ആർ ഓൾസോ ഹെൽപ്ലെസ്. സോ അവരൊന്നും പറഞ്ഞില്ല. പിന്നെ വീട്ടിൽ നിന്നുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ വീട്ടിലെ ഫാദർ ബിസിനസ് ചെയ്യുന്നതാണ്. സോ ഹി വാസ് മെന്റലി ഓക്കെ. ബട്ട് ദെൻ എനിക്ക് നല്ല ശമ്പളം ഉണ്ടായിരുന്നു. ആ നല്ലൊരു ശമ്പളം കളഞ്ഞിട്ട് ഇതിന് പോകുന്ന തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ലോസ്, അത് എത്രയും പെട്ടെന്ന് നാൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ലോസ് ഉണ്ടാകുന്നുള്ള ഒരു വറി മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ബാക്കി വീട്ടിലുള്ളവർക്കൊക്കെ ഓട്ടോമാറ്റിക്കലി ആ ഒരു എന്താ ടെൻഷൻ അങ്ങനെ വരും. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി അവരുമായിട്ട് ഇരുന്ന് ഒരു വലിയൊരു അരമണിക്കൂർ നിന്റെ സെഷൻ തന്നെ ചെയ്തിട്ട് എന്താണ് ചെയ്യാൻ പ്ലാൻ എന്താണെന്നൊക്കെയുള്ള പറയാനൊക്കെ. പിന്നീട് അത് പക്ഷെ ആ ഒരു ഇതിന് ശേഷം പിന്നെ ഇന്ന് വരെ എനിക്ക് അങ്ങനത്തെ പിന്നൊന്നും പൊതുവെ ചോദ്യം വന്നിട്ടില്ല. അതേപോലെ പുള്ളി സപ്പോർട്ട് ചെയ്തു. അമ്മയോ അച്ഛൻ പിന്നെയും അമ്മയുടെ കേസാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവും. എന്താണ് വേണോ വേണ്ടേ അങ്ങനത്തെ ഉള്ള പല ചോദ്യങ്ങളും ഉണ്ടാവും. അതേ പറഞ്ഞു ആ ഒരു അരമണിക്കൂറിനത് ഞാൻ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഞാൻ ഇത് പറയുന്നത്. ഈവൻ വൈഫ്, ഞാൻ കല്യാണം മാരീഡ് ആയിരുന്നു സമയത്ത്. അപ്പം ഇത് എന്താണ് ചെയ്യാനുള്ള ഒരു പ്ലാൻ, ആ പ്ലാൻ കേട്ട് കഴിഞ്ഞപ്പോഴാണ് അവർക്കും കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് വന്നത്. ചുമ്മാ എടുത്ത് ചാടുമല്ല. സോ സംതിങ് ഈസ് ദെയർ എന്നുള്ളൊരു തോന്നൽ വന്നു. ഐ തിങ്ക് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് നമ്മൾ ഓണ്ടർപ്രനർ ആയിട്ട് നമ്മുടെ ഒരു it is our responsibility to make them also understand that okay how serious we are and how we are handling this responsibility. കോവിഡിന് മുമ്പാണ് അപ്പൊ തുടങ്ങിയത് അല്ലേ? പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത് 2020-ലാണ്. ലോഞ്ച് ചെയ്ത് ജാനുവരി ലോഞ്ച് ചെയ്തു, മാർച്ചിൽ കോവിഡ് വന്നു. അതാണ് കോവിഡ് എന്ന് പറയുന്ന പല ബിസിനസ്സുകളുടെയും സക്സസ്ഫുള്ളി പൊക്കോണ്ടിരുന്ന ബിസിനസ്സുകളുടെയും ചെറിയൊരു നഷ്ടം കൊണ്ടുവരുത്തിയ ടൈം ആയിരുന്നല്ലോ. അപ്പം അതെങ്ങനെ ഓവർകം ചെയ്തു? ശരിക്കും പറഞ്ഞാൽ 2020 മാർച്ചിൽ ഇത് കോവിഡ് വരുന്നതിന് മുമ്പ് വരെ നമ്മൾ പ്രതീക്ഷിച്ചത് നമ്മൾ അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. ഇത് ചൈനയിലും കണ്ട് നടക്കുന്ന സംഭവമാണ്. പിന്നെ 1-2 കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തു. നമ്മളതുകൊണ്ട് നോർമലായിട്ട് തന്നെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ലോക്ക്ഡൌൺ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളും, കാരണം നമ്മുടെ നല്ല ഇൻവെന്ററി ഉണ്ടായിരുന്ന സമയം, നമ്മൾ നല്ല ഇൻവെസ്റ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത ഇൻവെന്ററി മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും? കാരണം ഇതിന് എക്സ്പയറി ഉണ്ട് 6 months. 6 months കഴിഞ്ഞപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എവിടെ കൊണ്ട് വിൽക്കും. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് 5 ലക്ഷം 6 ലക്ഷം രൂപയുടെ സാധനമൊക്കെ ഇരിക്കുന്നത് നമ്മുടെ അറിയാവുന്നല്ലോ എന്നെ ആയിരിക്കുന്നത്. സോ ഭാഗ്യത്തിന് 1 മാസത്തെ ലോക്ക്ഡൌൺ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എസെൻഷ്യൽ ഐറ്റംസിന് ലോക്ക്ഡൌൺ ഇല്ലായിരുന്നു, ട്രാൻസ്ഫർ ചെയ്യാൻ. നമ്മളിത് എസെൻഷ്യൽ ഐറ്റം ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ കൂടി ഈ സമയത്ത് തന്നെ നമ്മൾ ആമസോണിലൊക്കെ അങ്ങ് ലിസ്റ്റ് ചെയ്തു. അപ്പൊ ഈ ഡെലിവറി പ്ലാറ്റ്ഫോംസ് പലയിടത്തും ഓപ്പൺ ആകാൻ തുടങ്ങി. നമ്മുടെ തന്നെ നാട്ടിൽ തന്നെ ഒരുപാട് ചെറിയ ഡെലിവറി ആൾക്കാർ ഈ മൊബൈല് റീചാർജ് ചെയ്തിരിക്കുന്നതിന് പെട്ടെന്ന് ഈ ഡെലിവറി ചെയ്യാനായിട്ട് തുടങ്ങി. ഞങ്ങൾ ഇവരെ കണ്ടുപിടിച്ച് സാധനം ഏൽപ്പിച്ചു. എങ്ങനെയും ഒക്കെ ഒരു ഡിസ്കൗണ്ട് കൊടുത്ത് വിറ്റ് എങ്ങനെയും കുറച്ചെങ്കിലും ക്യാഷ്, അതായത് ഉണ്ടാക്കിയ കാശ് നമ്മൾ തിരിച്ചു വിട്ടു എന്നുള്ള നമ്മുടെ ഉദ്ദേശം. പക്ഷേ ഈ സമയത്ത് ആമസോൺ നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പൊ ആമസോണിന്റെ ഡെലിവറിക്കും വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ആമസോൺ വഴി നമ്മൾ കണ്ടമാനം സെയിൽ വരാം. ഈ സമയത്ത് ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇത് നമുക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു. അപ്പൊ ഇത് പിന്നെ ബാക്കിയുള്ള ഡെലിവറിക്കാരെ പിടിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇത് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു അപ്രോച്ച് ചെയ്തു. അങ്ങനെയാണ് അതിനെ ഒന്ന്. പക്ഷെ അത് കാരണം ഒരു ഗുണമുണ്ടായി. ഇതിന്റെ മാർക്കറ്റിനെ കുറിച്ച് ശരിക്കും അറിയാൻ പറ്റും. കാരണം ആമസോണും ഫ്ലിപ്കാർട്ടും വഴി നമുക്ക് ഓർഡർ വരുന്നത് നമുക്ക് ഡേറ്റ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഈ ഡേറ്റ വെച്ചിട്ട് നമുക്കറിയാം ഇത് എവിടെയാണ് ഈ ഓർഡർ വരുന്നത്, എവിടെ നിന്നാണ് മാക്സിമം വരുന്നത്. അത് കാരണമാണ് ഞങ്ങൾ നേരത്തെ ബാംഗ്ലൂർ ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ കംപ്ലീറ്റ്ലി മാറ്റി ഞങ്ങൾ ബോംബെ ആക്കിയതിന്റെ കാരണം ഞങ്ങൾക്ക് വന്നിരുന്ന ഓർഡേഴ്സിന് ഏറ്റവും കൂടുതലും വരാൻ തുടങ്ങിയത് മഹാരാഷ്ട്ര ഭാഗത്തായിരുന്നു. കേരള ചിപ്സ് ഓർഡർ വരുന്നത്. അങ്ങനെയുള്ള പല അഡ്വാൻറ്റേജസ് ഉണ്ടായി. ആ ഡേറ്റ ഒരു ആക്സസിബിലിറ്റി വന്നു. അത് കാരണം നമുക്കൊരു കോൺഫിഡന്റോടുകൂടി മഹാരാഷ്ട്രയിൽ ലോഞ്ച് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ബാംഗ്ലൂരിൽ ഇപ്പോഴും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടില്ല. ഈ അടുത്ത കാലത്താണ് ലോഞ്ച് ചെയ്തത്. അതിന് പുള്ളി നമ്മൾ മഹാരാഷ്ട്ര തന്നെയാണ് ഫോക്കസ് ചെയ്തത്. അതിന്റെ കാരണം ഇതാണ്. അപ്പൊ കോവിഡ് ഒരു രീതിയിൽ നമുക്ക് ഗുണമായിട്ടാണ് വന്നത്. ഇനി ഒരു ബിസിനസ്സുകാരനോട് അങ്ങനെ ഡയറക്റ്റ് ചോദിക്കാൻ പാടില്ല, എന്നാലും ഞാൻ ചോദിക്കാണ്.
ഇപ്പൊ എങ്ങനെയാണ് ഒരു വരുമാനം, ബിസിനസ്, റവന്യൂ ആ ഒരു ഇതിലേക്ക് വന്നാ കുറച്ച് മണി മാറ്റേഴ്സ് പറയാം. നമ്മുടെ ഇപ്പം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഏകദേശം 34 കോടി അടുപ്പിച്ച് നമ്മൾ വരുമാനം ചെയ്തു. നമ്മൾ എല്ലാ വർഷവും നമ്മൾ അതിന് മുമ്പ് 17 നമ്മളിങ്ങനെ ഡബിൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഡബിൾ ആക്കാനുള്ള ശ്രമത്തിലാണ്. ഈ വർഷവും ഡബിൾ ആക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിന്റെ ഒരു സ്ട്രാറ്റജി? ഇപ്പം 70 കോടി അടുപ്പിച്ച് ഫണ്ടിങ് കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പം അതെങ്ങനെ യൂസ് ചെയ്യണം? ഒരു ഫ്യൂച്ചർ പ്ലാൻ, ഒരു മാസ്റ്റർ പ്ലാൻ എന്താണ് ഇതിലുള്ളത്? സോ ഞങ്ങളുടെ ഇപ്പോഴത്തെ റവന്യൂ ഏറ്റവും കൂടുതൽ വരുന്നത് വെസ്റ്റിൽ നിന്നും ഒരു പരിധി വരെ നോർത്തിൽ നിന്നുമാണ്. ശരിക്കും പറഞ്ഞാൽ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, പിന്നെ അതിനുശേഷം നോർത്തിലോട്ട് പോകണമെങ്കിൽ ഡൽഹി, UP. ഞങ്ങളിപ്പോ എന്താ കൂടുതൽ ഈ ഏരിയയിൽ കൂടാതെ ബാക്കിയുള്ള ഏരിയയിലൂടെ നമ്മളിപ്പം വ്യാപിപ്പിച്ചു ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ നമ്മൾ ഹരിയാന സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അത് കൂടാതെ പഞ്ചാബ്, രാജസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളോട് ചെയ്തു. സോ ആ ഒരു ബെൽറ്റ് ഫുള്ളി നമ്മൾ കവർ ചെയ്യുന്നതോടുകൂടി കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരും, കൂടുതൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൽ പ്രസൻസ് കിട്ടും. അതോടുകൂടി നമ്മുടെ റവന്യൂ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ വരാൻ ഈ ഏരിയയിൽ പ്രസൻസ് കൂടും. അതാണ് ഒന്ന്. ഇത് കൂടാതെ നമ്മൾ ഓൺലൈനിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ടോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്വിഗ്ഗി, സെപ്റ്റോ, ബ്ലിങ്കിറ്റ്, ഇങ്ങനെയുള്ള എല്ലാ ക്വിക്ക് കൊമേഴ്സ്യൽ പ്ലാറ്റ്ഫോമിലെ നമ്പർ 1 സെല്ലിംഗ് ബനാന ചിപ്സ് ആണ്. അത് അങ്ങനെ തന്നെ നിലനിർത്തുക, കൂടുതൽ മാർക്കറ്റിംഗ് ഇനിഷ്യേറ്റീവ്സ് കൊടുക്കുക. സോ ദാറ്റ് ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടെന്നും കൂടുതൽ ആൾക്കാരിലോട്ട് അവയർനെസ് എത്തിക്കുക. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. സോ കൂടുതൽ ആൾക്കാരിലോട്ട് നമ്മുടെ ബ്രാൻഡിന്റെ അവയർനെസ് എത്തിക്കുക, അതോടൊപ്പം തന്നെ അവരുടെ അവൈലബിൾ ആകുക, അവരുടെ തൊട്ടടുത്തുള്ള രീതിയിൽ എത്തത്തക്ക രീതിയിൽ അവൈലബിൾ ആകുക. ഇതാണ്. ഇപ്പം ചിപ്സ് നമുക്ക് എല്ലാവർക്കും ചുമ്മാ കുറിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ചിപ്സ് എന്ന് പറയുന്നത്. എന്താണ് കേരള ചിപ്സിന്റെ ഒരു USP? എന്തുകൊണ്ട് നമ്മൾ അത് എടുക്കണം എന്നൊരു ഇത് ചോദിച്ചാൽ ബിയോണ്ട് സ്നാക്കിന്റെ കേരള. സാധാരണ എന്താ പറ്റുന്നത്, നമ്മുടെ ഒരു കുക്കിംഗ് പ്രോസസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു വലിയൊരു കടായി അതിന്റെ അതിലോട്ട് ഇങ്ങനെ വറുത്ത് എടുക്കുന്നതാണ് സാധാരണ. അതിന്റെ ഡയറക്റ്റ് ഹീറ്റിംഗ് ആണ്. എന്താ പറയുക, ഓയിലിന്റെ അതിലൊരു കൺട്രോൾ ഇല്ല, കുക്കിങ്ങിന്റെ അതിലൊരു കൺട്രോൾ ഇല്ലാതെ വരും. ഇത് കാരണം തന്നെ നമ്മൾക്ക് പലപ്പോഴും കിട്ടുന്ന ചിപ്സിന് പലപ്പോഴും പല രീതിയിലായിരിക്കും നമ്മുടെ മൗത്ത് ഫീൽ വരുന്നത്. ചിലപ്പം തിക്കായിരിക്കും, ചിലപ്പം അതിൻ്റെ എണ്ണ കൂടുതലായിരിക്കും, ചിലപ്പോൾ മോയ്സ്ചറായിട്ട് സോഗി ആയിരിക്കും, ക്രിസ്മസ് കാണത്തില്ല, ക്രഞ്ച് കാണത്തില്ല, ചിലപ്പോൾ നമ്മുടെ പല്ലിനിടയിൽ കയറി, ചിലപ്പോൾ നമ്മുടെ വയറിന് നല്ല സുഖം കിട്ടില്ല. ഞങ്ങളുടെ ഈ ഒരു കുക്കിംഗ് പ്രോസസ് കംപ്ലീറ്റ്ലി മാറ്റി ടെക്നോളജിയുടെ ഒരു അഡോപ്ഷൻ വന്നതോടുകൂടി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കുക്കിംഗ് പ്രോസസ്സ്, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫ്ലേവർ ആപ്ലിക്കേഷന്, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള തിക്നെസ്, ഇതെല്ലാം വന്നതോടുകൂടി എല്ലാ ചിപ്സിനും സെയിം എക്സ്പീരിയൻസ് തരാൻ പറ്റും. അത് തന്നെ എല്ലാം ഒരു ഫൺ ആയിരിക്കും നമ്മൾ ആ കഴിക്കുന്ന ആ ഒരു. സോ ഓവറോൾ ആ ചിപ്സിന് ഒരു ഫുഡ് എന്നുള്ള രീതിയിൽ നിന്ന് മാറ്റിയിട്ട് ഫൺ ബേസ്ഡ് സ്നാക്കിംഗ് എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ. അതാണ് നമ്മൾ ബനാന ചിപ്സ്. ലേസിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു ഓപ്ഷൻ കൂടെയാണ് ബനാന. എങ്ങനെയാണ് ഇതിന്റെ അസംസ്കൃത വസ്തുക്കൾ ഇപ്പൊ ബനാന കൊണ്ടുവരുന്നത്, നേന്ത്രക്കായ കൊണ്ടുവരുന്നത് എവിടുന്നാണ്? കേരളത്തിൽ നിന്നൊക്കെ തന്നെയാണ്. നമ്മൾ 3 സംസ്ഥാനത്തു നിന്നും എടുക്കും. അതായത് സീസണിന്റെ ബേസ് ചെയ്തിട്ടാണ്. കേരളത്തിന്റെ സീസൺ ഉള്ള സമയത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് എടുക്കും. ആ സമയത്ത് ബാക്കിയുള്ള സീസൺ കാണണമെന്നില്ല. തമിഴ്നാട് സീസൺ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുക്കും. ആ സമയത്ത് കേരളത്തിൽ കാണണമെന്നില്ല, പിന്നെ കർണാടകത്തിൽ നിന്നാണ്. അങ്ങനെ 3 സംസ്ഥാനത്ത് നിന്ന് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫാക്ടറി മുഴുവൻ എങ്ങനെയാ? ഓട്ടോമാറ്റഡ് ആണ്. അപ്പം അരിയുന്നത് തൊട്ട് വരെ. അതായത് ഒരു തവണ ബനാന വന്നു കഴിഞ്ഞ് പൊളിച്ച് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി പാക്കിംഗ് രീതിയിൽ നമുക്ക് കാണാം. ഓക്കെ. ഒരു ദിവസം എങ്ങനെ ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ എത്ര കിലോ അല്ലെങ്കിൽ എത്ര ടൺ ചിപ്സ് ആയിരിക്കും ഉണ്ടാക്കുക? ഒരു ദിവസം നമ്മൾ ഏകദേശം 20-22 ടണ്ണ് ബനാന ഉപയോഗിക്കുന്നു. ഓക്കെ. ചിപ്സായി വരുമ്പോഴപ്പം എത്ര പാക്കറ്റ്? 5 ടണ്ണ്. എല്ലാവർക്കും ഓരോ സീക്രട്സ് ഉണ്ടായിരിക്കും ബിസിനസിന്റെ. മാനസിന്റെ സീക്രട്ട് എന്താണ്? അല്ലെങ്കിൽ ഒരു അത് ശരിയാ, പക്ഷെ എന്നാ ഉള്ളിലൊരു മോട്ടോ ആയിട്ട് കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? എന്റെ മോട്ടോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെയും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പറയാനായിട്ട് അവസരം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫോക്കസ് ഓൺ വൺ തിങ്. ഒരു ബുക്കുണ്ട്, ദ വൺ തിങ് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് എ വെരി, അതിന് എന്നെ നല്ലതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ബുക്കാണ്. നമ്മള് ഇഫ് യു സ്റ്റാർട്ട് ചേസിങ് 2 rabbits യു എൻഡ് അപ്പ് ഗെറ്റിംഗ് ഡൺ. ഒരെണ്ണത്തിനെ ഫോക്കസ് ചെയ്ത് ഒരെണ്ണത്തിന് പുറമെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോക്കസും ഡെഡിക്കേഷനും റിസോഴ്സസും എല്ലാം നമുക്ക് ഒരെണ്ണത്തിലോട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ റിസൾട്ട് അതിൻ്റെ ഒന്നും കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ്. മോർ ചാൻസസ് ഓഫ് വിന്നിങ്. ഇപ്പം ബനാന ഇറക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വെച്ച് ബനാന കൂടാതെ നമ്മൾ അതിറക്കുന്നില്ല, ഇതിറക്കുന്നില്ലേ, ഒത്തിരി കാര്യങ്ങൾ ഇറക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ ആ ബനാനയെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന്റെ കാരണം നമുക്ക് ബനാനയ്ക്ക് അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അതുകൊണ്ട് പറ്റുന്നുണ്ട്. ബനാനയുടെ പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരുപാട് കർഷകരുമായിട്ട് ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്കുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കി അവരെ സോൾവ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഫോക്കസ്ഫുൾ ആയിട്ട് പോകുന്നത് കൊണ്ട് ഉള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. സോ ദിസ് ഈസ് വൺ ഓഫ് ദി മോർ. ഇപ്പം പല വെറൈറ്റി പ്രോഡക്ട്സും കൊണ്ടുവരുന്നുണ്ടല്ലോ, അപ്പം അതിന്റെയൊക്കെ ഇനി എന്തൊക്കെ പ്രതീക്ഷിക്കാൻ ഞങ്ങൾക്ക്? ബനാന ചിപ്സ് മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റൂ. പക്ഷേ ബനാന ചിപ്സിന് അതിൽ തന്നെ നമ്മൾ പല മീനിങ് ഫുൾ ആയിട്ടുള്ള ഇന്നോവേഷൻസ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ
ഞങ്ങളാണ് ആദ്യമായിട്ട് കോക്കനട്ട് ഓയിലിനെ ഒരു ഇൻഡസ്ട്രിയൽ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കിയ ആദ്യത്തെ ഒരു ബ്രാൻഡ്. ഈവൻ ലീസ് പോലും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വലിയ ബ്രാൻഡുകൾ ആരും ചെയ്തിട്ടില്ല. നമ്മളാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതൊരു വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക്കാണ്. കാരണം കോക്കനട്ട് ഓയിലിന്റെ സ്മോക്കിംഗ് പോയിന്റ് വളരെ കുറവാണ്. നമ്മളതൊരു അവരുടെ ഓയിലുമായിട്ടുള്ള എക്സ്പേർട്സുമായിട്ട് വർക്ക് ചെയ്ത് അതിനെ ഒരു 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 പ്രൊപ്പറേറ്ററി ബ്ലെൻഡ് ഉണ്ടാക്കി എടുത്തിട്ടാണ് നമ്മളത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇതിൻ്റെ അതിൽ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ പല ഓയിൽ ബേസിസിലുള്ള പ്രോഡക്ട്സ് നമ്മളിപ്പോൾ ഇറക്കുന്നുണ്ട്, പല ഫ്ലേവേഴ്സിലുള്ള ഇറക്കുന്നുണ്ട്, പല ഫോർമാറ്റ്സിലുള്ള ഇറക്കുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്ത് ലേസിന്റെ അതേ രീതിയിൽ തന്നെ ഒരു ക്രിങ്കിൾ സ്റ്റൈലൊക്കെ ഇറക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇറക്കും. അങ്ങനെയുള്ള പല ഫോർമാറ്റ്സ് ഇറക്കുന്നുണ്ട്. സോ വിത്തിൻ ബനാന വി ഹാവ് എ ലോട്ട് ഓഫ് മീനിങ്ഫുൾ ഓപ്ഷൻസ്. ഇപ്പൊ നമുക്കൊരു ഇന്ത്യൻ സ്നാക്കിംഗ് കൾച്ചറിനെ കൂടെ പറയാം. ഇപ്പൊ ഹൽദിറാം ഒക്കെ എന്താ കൊടികുത്തി വാഴുന്ന ഒരു മേഖല എന്ന് നമുക്ക് പറയേണ്ടി വരും. കുറെ കമ്പനികളുണ്ട് അങ്ങനത്തെ കുറെ സംഭവങ്ങളും ഉണ്ട്. ചെറിയ ചെറിയ സ്നാക്സ്, നംകീൻസ്, അല്ലെങ്കിൽ എന്താ മിക്സ്ചർ, അങ്ങനെയൊക്കെ പറയും പോലെ. അപ്പം അതിന്റെ ഇടയിലേക്ക് എന്താ ഇടിച്ചു കയറി ഒരു ഇതുണ്ടാക്കാൻ, സ്പേസ് ഉണ്ടാക്കാൻ. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാക്കിനെ തന്നെ നമ്മൾ ശരിക്കും ബ്രോഡ്ലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. വെസ്റ്റേൺ സ്നാക്സും എത്നിക് സ്നാക്സും എന്ന് പറയും. വെസ്റ്റേൺ സ്നാക്സിന്റെ അതിലാണ് ഈ പൊട്ടറ്റോ ചിപ്സ്, നാച്ചോസ് ഒക്കെ വരുന്നത്. എത്നിക് സ്നാക്സിന്റെ അതിലാണ് ഈ ഹൽദിറാംസിന്റെ ഭുജിയ, അല്ലെങ്കിൽ അവരുടെ എല്ലാ അങ്ങനത്തെ ഇതും വരുന്നത്. ബനാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ബനാന ഈ രണ്ടെണ്ണത്തിന്റെ അതിലും വരും എന്നുള്ളതാണ്. ശരിക്കും ഒരു സബ്സെറ്റ് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടിന്റെ അകത്തും നമ്മൾ സ്പേസ് കാർവോട്ട് ചെയ്യേണ്ടി വരും. കാരണം ബനാന ഒരു എത്നിക് സ്നാക്സ് ആണ്. കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കേരളത്തിന്റെ ഒരു സ്വന്തം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആളുകൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. അറ്റ് ദ സെയിം ടൈം യൂട്ടിലിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ പൊട്ടറ്റോ ചിപ്സ് കഴിക്കുന്ന പോലെ തന്നെ അതേപോലെ ഫണ്ണാണ്. പക്ഷെ ആ ഒരു ഫണ്ട് ഇതിലാരും ഇതിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളത് പ്രസന്റ് ചെയ്തു. സോ ഒരു സ്നാക്കിംഗ് കാറ്റഗറി രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൽ രണ്ടിലും വരുന്നു. അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് പ്രിഫർ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ അപ്പീൽ ചെയ്യും. പാക്കിങ്ങിന്റെ കാര്യം, ഒരു ഷെൽഫിൽ ഇരിക്കുന്ന കണ്ടാൽ നമുക്ക് ചെന്ന് എടുക്കാൻ തോന്നണം. അപ്പം നമ്മുടെ ലോക്കൽ ബേക്കറികളിലൊക്കെ ചിലപ്പം സാധാ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക് കവറിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതില് സൂപ്പർ മാർക്കറ്റിലൊക്കെ വളരെ കളർഫുൾ ആയിട്ട് നമുക്ക് നല്ല കണ്ട ഉടനെ നോട്ടം ചെല്ലുന്ന പോലെയൊക്കെയുള്ള പാക്കിംഗ് വേണം. അതില് ബിയോണ്ട് സ്നാക്ക് ഒരു നല്ല പാക്കിങ്ങും ആണ്. അപ്പം അതിൽ നിങ്ങൾ എത്രത്തോളം റിസർച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അതിന്റെ? അത് ശരിക്കും ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ട് നമുക്ക് ട്രേഡ് കോമ്പാറ്റബിലിറ്റി എന്ന് പറയും. അതായത് ഏത് ട്രേഡിലാണ് നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കാൻ പോകുന്നത്. നമ്മുടേത് ഈ പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഷെൽഫിൽ നിന്നാണ് നമ്മുടെ പ്രോഡക്റ്റ് കൂടുതലും വിൽക്കാൻ പോകുന്നതെങ്കിൽ അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇറക്കാൻ പറ്റണം. ഇപ്പൊ ആണെങ്കിൽ ഓൺലൈനും ഉണ്ട്. സോ ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈനും കോമ്പാറ്റബിൾ. അപ്പൊ പാക്കേജിങ്ങിന്റെ പുറത്ത് വരുന്ന കാര്യങ്ങൾ അത് കാണാൻ പറ്റണം. ഞങ്ങൾ ഏറ്റവും ഫേസ് ചെയ്തിരുന്ന ഒരു ചാലഞ്ച് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ പ്രോഡക്റ്റ് കൂടുതലും ഓൺലൈൻ കോമ്പാറ്റബിൾ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ ചിപ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ഓൺലൈൻ ഒരു പ്രോഡക്റ്റ് നോക്കുന്ന ഒരാൾക്കെല്ലാം കാണാൻ പറ്റും. ഇതേ പ്രോഡക്റ്റ് ഞങ്ങൾ റീറ്റെയിൽ ഷെൽഫിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ റീറ്റെയിലില് ഈ ബനാന ഇരിക്കുന്ന ഭാഗം ഒന്ന് മറഞ്ഞു പോകും. ഇത് ബനാന ചിപ്സ് ആവണമെന്ന് അറിയണമെങ്കിൽ അവനത് വായിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾ പിന്നീട് എന്താണ് ആ ഒരു ചേഞ്ചസ് അതിൻ്റെ അതിൽ പിന്നീട് കൊണ്ടുവരാൻ തുടങ്ങി. കുറച്ചുകൂടെ ബനാനയെ നമ്മൾ ഫ്ലറിഷ് ചെയ്ത് കാണിക്കാൻ തുടങ്ങി, മുകളിലോട്ട് കൊണ്ട് കാണിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള പല ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരും. സോ പാക്കേജിങ് എപ്പോഴും ഒരു എസ്തെറ്റിക് രീതിയിലാണ് ആൾക്കാർ എടുക്കുന്നത്. എപ്പോഴും ഒരു ഡിസൈൻ, നല്ല ഡിസൈൻ വേണം. പക്ഷെ ഒരിക്കലും ഡിസൈൻ രീതിയിലല്ല. ഡിസൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് ദ ഡിസൈൻ ഈസ് ഓൾവേസ് സോൾവിങ് എ പ്രോബ്ലം. വാട്ട് ഈസ് എ പ്രോബ്ലം? ദ പ്രോബ്ലം വി ആർ സോൾവിങ് ഈസ് ട്രേഡ് കോമ്പാറ്റബിലിറ്റി. എവിടെയാണോ വിൽക്കുന്നത് അവിടെ ഒരു വിൽപ്പന നടക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആണോ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ ഡിസൈൻ ഈസ് എ പ്രോബ്ലം സോൾവർ. ആ രീതിയിലാണ് ഞങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്തിരുന്നത്. ആദ്യം തന്നെ ഒരു ഫംഗ്ഷണൽ പാക്കേജിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു രീതിയിലാണ് ആദ്യം തന്നെ ചെയ്തിരുന്നത്. ഞങ്ങളുടെ പ്രോഡക്റ്റ് നോക്കി കഴിഞ്ഞാൽ ദൂരെ നിന്ന് തന്നെ പെട്ടെന്ന് കാണാൻ പറ്റുന്നതാണ് ഒരു കഥകൾ. സോ ആൻഡ് കേരള ബനാന ബിഗ് ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. സോ കണക്ട് ചെയ്യാൻ പറ്റും കേരള, കേരള ബനാന ചിപ്പ്. കേരളയിൽ നിന്നുള്ള ബനാന ചിപ്സിന് എപ്പോഴും ഒരു അക്സെപ്റ്റൻസ് കൂടുതലാണ്. സോ അതാണ് നമ്മൾ അവിടെ സെല് ചെയ്യാൻ ശ്രമിച്ചത്. ആ ഒരു ഫംഗ്ഷണൽ പാക്കേജിംഗിൽ we succeeded and hence ആ ഒരു അക്സെപ്റ്റൻസ് മാർക്കറ്റിലും വരാൻ. ഇത് ആദ്യം ഉണ്ടാക്കിയല്ലോ ഒരു പ്രോഡക്റ്റ്, ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് എന്തല്ല. അപ്പം അത് ആരൊക്കെയായിരുന്നു ടേസ്റ്റ് ചെയ്തത്? മീൻസ് വീട്ടിലാർക്കെങ്കിലും? വീട്ടിൽ തന്നെയാണ് ടേസ്റ്റ്. ഞാനാണ് ആദ്യം ടേസ്റ്റ് ചെയ്തത്. വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിലാണ് ടേസ്റ്റ് ചെയ്തത്. അതിന്റെ ഫ്രണ്ട്സിന് കൊടുത്തു. അങ്ങനെയാണ്. അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? മീൻസ് ഇതാണ് ഞാൻ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടാണോ കൊടുത്തത്, അതോ? ഞങ്ങൾ ആദ്യം കൊടുത്തിരുന്ന പ്രോഡക്ട്സ് അല്ല അവസാനം ഇറക്കിയത്. പക്ഷെ ആദ്യം കൊടുത്ത പ്രോഡക്ട്സ് തന്നെ പല ആളുകൾക്കും ആദ്യം തന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞങ്ങൾ പലപ്പോഴും ഒരു മാർക്കറ്റ് വയബിലിറ്റിയും കൂടെ നോക്കും. നമ്മളിത് വിൽക്കുന്ന ആൾക്കാർക്ക് ഞങ്ങളന്ന് ശ്രമിച്ചിരുന്നത് കൂടുതലും ഒരു ന്യൂട്രൽ ടേസ്റ്റ് കൊടുക്കാനാണ് ശ്രമിച്ചത്. കോക്കനട്ട് ഓയിലിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് മാറി നമ്മൾ ഒരു വെജിറ്റബിൾ ഓയിലാണ് കൊണ്ടിരുന്നത്. അതിന്റെ കാരണം വെജിറ്റബിൾ ഒരു ന്യൂട്രൽ ടേസ്റ്റും കോക്കനട്ട് ഓയിലിന് ഒരു സ്ട്രോങ് ടേസ്റ്റ്. പിന്നെ നമ്മൾ ഒരുപാട് ഇച്ചിരൂടെ വളർന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇറക്കിയത്. സോ ടെസ്റ്റ് ചെയ്തതൊക്കെ ആദ്യം നമ്മുടെ ഫാമിലിയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇവൻച്വലി നമുക്കിപ്പോൾ ഇപ്പൊ നമ്മളൊരു പ്രോപ്പർ പ്രോട്ടോകോൾ ഫോളോ ചെയ്ത് സാമ്പിളിംഗ് ടെസ്റ്റ് ഒക്കെ നടത്തി, മാർക്കറ്റ് ടെസ്റ്റ് നടത്തിയിട്ടൊക്കെയാണ്. ഇപ്പൊ കുറെ യൂത്തില് കുറെ പേര് ഒരു എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, ഒരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ
എന്താണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് അങ്ങനത്തെ ഒരു രീതിയിൽ സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ്മാനിൽ നിന്ന് കേൾക്കാം. Successful ആയില്ല. Success is always a subjective thing. But yeah, I think that one thing is what I wanted to do. That one thing. Focus on that one thing. Instead of doing 100 things, you just focus on one thing so that you can put all your focus on that thing. 100 കാര്യങ്ങളേക്കാൾ ഉപരി ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ഫുൾ റിസോഴ്സ് അതിൻ്റെ അത്ര ഇടാൻ പറ്റും. സോ എനിക്ക് ഉള്ള സജഷൻ അത് തന്നെയാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് 100 things, just focus on that one. ഇപ്പൊ വിദേശ രാജ്യത്തേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് 12 പുറം രാജ്യങ്ങളോട് നമ്മളിപ്പോ കയറ്റിവിടുന്നു. കേരളത്തിന്റെ ബനാന ചിപ്സ് ലോകം കീഴടക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.